Welcome to the Biology Brief channel. +1 ബയോളജിയിലെ ബോട്ടണി ടോപ്പിക് ഉൾപ്പെടുന്ന മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഫ്ലവർ ജനറലായിട്ടും പാർട്സ് ഓഫ് ഫ്ലവറും പിന്നെ കുറേ ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഫ്ലവർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫ്ലവർ എന്ന് പറയുന്നത് ഫ്ലവർ മോഡിഫൈഡ് ഷൂട്ടാണ് നമ്മൾ പറഞ്ഞത്. മോഡിഫൈഡ് ഷൂട്ട് സാധാരണ നമ്മൾ ഫ്ലവേഴ്സ് പൂജയ്ക്കും മറ്റു അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കും. പക്ഷെ പ്ലാന്റിനെ സംബന്ധിച്ച് മോർഫോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതൊരു മോഡിഫൈഡ് ഷൂട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മോഡിഫിക്കേഷൻ സംഭവിക്കുന്നത്? സെക്ച്വൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലവറിൽ സെക്ച്വൽ റീപ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാകുന്ന ഒരു റീപ്രൊഡക്റ്റീവ് യൂണിറ്റാണ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്ലവറിൽ എന്തെല്ലാം ഭാഗങ്ങൾ കാണും? ഒരു ഫ്ലവറിൽ ഒരു സ്റ്റോക്ക് കാണും. ഫ്ലവറിനെ സ്റ്റെമ്മുമായിട്ട് ഘടിപ്പിക്കുന്ന സ്റ്റോക്ക് കാണും. ആ സ്റ്റോക്ക് നമ്മൾ പറയുന്ന പേര് പെഡിസൽ എന്നാണ്. ഈ പെഡിസലിൻ്റെ ടിപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ടിപ്പിൽ ഒരു റിസെപ്റ്റക്കിൾ കാണാം. പെഡിസലിൻ്റെ ടിപ്പിൽ റിസെപ്റ്റക്കിൾ കാണാം. ആ റിസെപ്റ്റക്കിളിന് മറ്റൊരു പേരാണ് തലാമസ്. ഈ തലാമസിൽ ധാരാളം ഷോർട്ട് ഇന്റർനോഡുകൾ കാണും. ഈ നോഡുകളിൽ ആണ് ഫ്ലോറൽ ലീവ്സ് അഥവാ ഫ്ലോറൽ വേൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു പെഡിസൽ. ആ പെഡിസലിൻ്റെ ടിപ്പിൽ നമുക്ക് തലാമസ് കാണാം, അല്ലെങ്കിൽ റിസെപ്റ്റക്കിൾ കാണാം. റിസെപ്റ്റക്കിൾ ഓർ തലാമസ്. ഈ തലാമസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് നോഡുകളുള്ളത്. ഈ നോഡുകളിൽ ഫ്ലോറൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 4 ഫ്ലോറൽ ലീവ്സ് ആണ് ഉള്ളത്. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് 4 ഫ്ലോറൽ ലീവ്സ്? 1 സെപ്പൽ, 2 പെറ്റൽ, 3 ആൻഡ്രീഷ്യം സ്റ്റേമൻസ്, 4 ഗൈനീഷ്യം അഥവാ പിസ്റ്റിൽ എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാം. അപ്പോൾ ഫ്ലോറൽ വേൾസ് 4 നമ്മൾ പറഞ്ഞു. 4 തരം ഫ്ലോറൽ വേൾസ് ആണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? 1 കാലിക്സ്, 2 കൊറോള, 3 ആൻഡ്രീഷ്യം നമ്മൾ പറയും, ആൻഡ്രീഷ്യം. 4ാമത്തത് ഗൈനീഷ്യം. അപ്പോൾ 4 ഫ്ലോറൽ വേൾസ് ആണ് സാധാരണ ടിപ്പിക്കൽ ഫ്ലവറിൽ കാണുന്നത്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇവ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഇവ രണ്ടുമാണ് റീപ്രൊഡക്റ്റീവ് വേളുകൾ. ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് വേളാണെങ്കിൽ ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് വേൾ. അപ്പോൾ ഫ്ലവർ സെക്ച്വൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു യൂണിറ്റ് ആയിരിക്കെ ഈ റീപ്രൊഡക്റ്റീവ് വേൾസ് നമ്മൾ പറയുന്ന പേര് എസെൻഷ്യൽ വേൾസ് എന്നാണ്. അപ്പോൾ റീപ്രൊഡക്ഷനോട് ഡയറക്റ്റ് ബന്ധമുള്ള ആൻഡ്രീഷ്യത്തിനും ഗൈനീഷ്യത്തിനും നമ്മൾ എസെൻഷ്യൽ വേൾസ് എന്ന് പറയുമ്പോൾ, റീപ്രൊഡക്ഷനോട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത കാലിക്സിനെയും കൊറോളയും നമ്മൾ നോൺ എസെൻഷ്യൽ വേൾസ് എന്ന് വിളിക്കും. അപ്പോൾ കാലിക്സും കൊറോളയും നോൺ എസെൻഷ്യൽ ആണെങ്കിൽ തന്നെയും അവ റീപ്രൊഡക്റ്റീവ് വേൾസിനെ അവിടെ ഫംഗ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? കാലിക്സ് ഇന്നർ വേളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കൊറോള അട്രാക്റ്റീവ് ആയിട്ടുള്ള വേളാണ്. കൊറോളയിൽ അട്രാക്റ്റഡ് ആയിട്ടാണ് പോളിനേറ്റിംഗ് ഏജൻസ് വന്നിട്ട് പോളിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവ രണ്ടുപേരും റീപ്രൊഡക്റ്റീവ് വേൾസിനെ സഹായിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇവയെ ആക്സസറി വേൾസ് എന്നും വിളിക്കും. അപ്പോൾ ഫ്ലവറിലെ ആക്സസറി വേൾസ് ഏതൊക്കെയാണ്? കാലിക്സും കൊറോളയും. അപ്പോൾ പരീക്ഷയ്ക്ക് നീറ്റിന് 2 തവണ ചോദിച്ച ചോദ്യമാണ് വിച്ച് ആർ ദി ആക്സസറി വേൾസ് ഓഫ് ഫ്ലവർ. ക്യാൻ ആൻസർ ഈസിലി കാലിക്സ് ആൻഡ് കൊറോള. ഇനി ചില ഫ്ലവേഴ്സ് നമ്മൾ പരിശോധിച്ചാൽ നോൺ ആസ് ആക്സസറി വേൾസായി കാലിക്സിനെയും കൊറോളയും തിരിച്ചറിയാൻ കഴിയില്ല. കാലിക്സും കൊറോളയും അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ട് സെയിം ഒരേപോലെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു പേര് പറയും പെരിയാന്ത് എന്നാണ് അതിനെ വിളിക്കുക.
അപ്പോൾ ചില ഫ്ലവേഴ്സിൽ കാരിസും കുറകളും തിരിച്ചറിയാൻ കഴിയില്ല, അതിന് പകരം ഒറ്റ വേളായിട്ട് പെരിയാന്ത് കാണാം. അപ്പം അത്തരം ഫ്ലവേഴ്സിൽ ഈ എസെൻഷ്യൽ വേർഡ്സിന് പുറമെ പെരിയാന്ത് മാത്രമേ കാണുള്ളൂ. നമുക്കിനി ആ ചിത്രങ്ങൾ നോക്കാം. ഇതാ ഈ ഒരു ഫ്ലവർ ലില്ലിയുടെ ഫ്ലവറാണ്. ലില്ലിയുടെ ഫ്ലവർ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, 1 2 3 4 5 6 6 പെരിയാന്ത് ലോബുകളാണ് അവിടെ ഉള്ളത്. അപ്പം ഇവിടെ പെരിയാന്താണ് നമുക്ക് കാണാൻ കഴിയുക. പെരിയാന്ത് നിങ്ങൾക്ക് ലേബൽ ചെയ്യാം. അതുപോലെ പെരിയാന്ത് കാണുന്നതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നത് ലില്ലി പ്ലാന്റ് ആണ്. ലില്ലി പ്ലാന്റ്. അപ്പോൾ നമുക്കിനി കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവറിൻ്റെ ചില ക്ലാസിഫിക്കേഷൻസ് ഇതാ സെക്ച്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്മട്രിയുടെ അടിസ്ഥാനത്തിൽ അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വേർഡിലും എത്ര യൂണിറ്റുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ ട്രൈമീറസ്, ടെട്രാമീറസ്, പെൻഡാമീറസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ബ്രാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യം സെക്ച്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, റിപ്രൊഡക്റ്റീവ് വേർഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ, സെക്ച്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഫ്ലവേഴ്സിൽ യു ക്യാൻ സീ ബോത്ത് ആൻഡ്രേഷ്യം ആൻഡ് ഗൈനീഷ്യം. ചില ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം, എയ്തർ ആൻഡ്രേഷ്യം ഓർ ഗൈനീഷ്യം. അപ്പോൾ ഒരു ഫ്ലവറിൽ ബോത്ത് ആൻഡ്രേഷ്യം ഗൈനീഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബൈസെക്ച്വൽ ഫ്ലവർ എന്ന് വിളിക്കാം. ബൈസെക്ച്വൽ ഫ്ലവർ. എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാം ചൈന റോസ്, മസ്റ്റാർഡ്. ഇതെല്ലാം ഫ്ലവറിൽ ആൻഡ്രേഷ്യം ഗൈനീഷ്യവും കാണപ്പെടുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഏതെങ്കിലും ഒന്ന് മാത്രം, ഏതർ ആൻഡ്രേഷ്യം ഓർ ഗൈനീഷ്യം, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ യൂണിസെക്ച്വൽ ഫ്ലവർ എന്ന് വിളിക്കും. യൂണിസെക്ച്വൽ ഫ്ലവർ. ഈ യൂണിസെക്ച്വൽ ഫ്ലവറിൽ ചിലപ്പോൾ ആൻഡ്രേഷ്യം മാത്രമേ കാണൂ, ചിലപ്പോൾ ഗൈനീഷ്യം, ഏതെങ്കിലും ഒന്നേ കാണൂ. ആൻഡ്രേഷ്യം മാത്രം കാണുമെങ്കിൽ നമ്മൾ അവയെ മെയിൽ ഫ്ലവർ, അതിന് മറ്റൊരു വാക്കുണ്ട് സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. ഗൈനീഷ്യം മാത്രമാണെങ്കിൽ നമുക്കതിനെ ഫീമെയിൽ ഫ്ലവർ എന്ന് വിശേഷിപ്പിക്കാം. അതിനോടൊപ്പം പിസ്റ്റിലേറ്റ് എന്ന് പറയും, പിസ്റ്റിലേറ്റ് ഫ്ലവർ. അപ്പം ഇതാണ് സെക്ച്വാലിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി യൂണിസെക്ച്വൽ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം കോക്കനട്ട് ട്രീയിൽ നിങ്ങൾക്ക് യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ് കാണാം. അതുപോലെ പപ്പായയിൽ നിങ്ങൾക്ക് യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ് കാണാം. അപ്പോൾ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് സിമ്മട്രി വെച്ചുകൊണ്ടാണ്. സിമ്മട്രി വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സിമ്മട്രി ചില ഫ്ലവേഴ്സ് നിങ്ങൾ പരിശോധിച്ചാൽ അവയെ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് തരംതിരിക്കാൻ കഴിയും. അപ്പോൾ ഒരു ഫ്ലവറിനെ ഏതെങ്കിലും പിടയിൽ കൂടെ 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ മാറ്റാൻ കഴിഞ്ഞാൽ ആ ഫ്ലവറിനെ നമ്മൾ സിമ്മട്രിക് ഫ്ലവർ എന്ന് വിളിക്കും. സിമ്മട്രിക് ഫ്ലവർ. ചില ഫ്ലവേഴ്സിനെ 2 ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാനേ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവയെ എസിമ്മട്രിക് എന്നാണ് വിളിക്കുക. എസിമ്മട്രിക് ഫ്ലവർ വളരെ അപൂർവമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എക്സാമ്പിൾ പറയുന്നു, ക്യാന ഫ്ലവർ എന്നൊക്കെ എക്സാമ്പിളായിട്ട് പറയുന്നു. എന്താ ക്യാന ഫ്ലവറിൻ്റെ പ്രത്യേകത? 6 സ്റ്റേമനുണ്ട്. ഇതിൽ 5 സ്റ്റേമനും സ്റ്റാമിനോഡായി മാറിയിരിക്കുന്നു. അപ്പം 5 ഹാഫായിട്ടുള്ള ആ സ്റ്റേമൻ നിങ്ങൾ നോക്കിയാൽ അതിൽ നമുക്ക് പകുതി സ്റ്റാമിനോഡായിരിക്കുകയാണ്. ഒരു സ്റ്റേമിൻ്റെ പകുതി സ്റ്റാമിനോഡായിരിക്കുകയാണ്. ബാക്കി അതിൻ്റെ പകുതി ഭാഗം ഹാഫ് പോർഷൻ ആന്തർ. അപ്പോൾ ഇത് ആന്തറാണ്. ദിസ് ഇസ് ആന്തർ. പകുതി ആന്തറായിരിക്കുന്നു, ബാക്കി പകുതി ഭാഗം സ്റ്റാമിനോഡായി മാറിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക്, ഈ ഒരു ഫ്ലവർ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. ഒരു ഹാഫിലേക്ക് ഈ സ്റ്റാമിനോഡ് പോകും, മറ്റേ ഹാഫിലേക്ക് ഹാഫ് ആന്തർ പോകും. അപ്പം അങ്ങനെ ഉള്ള ഫ്ലവർ നമ്മൾ അസിമെട്രിക് എന്ന് പറയും. എക്സാമ്പിൾ ക്യാനയാണ്. അതിൻ്റെ ചിത്രം നമുക്ക് കാണാം. ഇനി സിമ്മട്രിക് ഫ്ലവേഴ്സ് നമുക്ക് 2 തരത്തിലാണുള്ളത്. സിമ്മട്രിക് ഫ്ലവേഴ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഒന്നാണെങ്കിൽ നമുക്ക് ഒരു ഫ്ലവറിനെ ഏത് പ്ലെയിനിൽ കൂടെ വേണമെങ്കിലും ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അവയെ ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് വിളിക്കും. മറ്റൊരു വാക്ക് റേഡിയൽ സിമ്മട്രി. ആക്ടിനോമോർഫിക് ഓർ റേഡിയൽ സിമ്മട്രി ഉള്ള ഫ്ലവേഴ്സ് എന്ന് പറയും.
എന്നാൽ ചില ഫ്ലവേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൻട്രൽ കൂടെ ഒരു പ്ലെയിനിൽ കൂടെ മാത്രമേ ഈക്വൽ ഹാഫ് സർക്കിൾ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഇവയെ പറയുന്ന പേര് സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്നാണ്. സൈഗോമോർഫിക് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയും. ബൈലാറ്ററൽ സിമെട്രി. അപ്പോൾ സിമെട്രിക് ഫ്ലവേഴ്സ് ഇങ്ങനെ രണ്ട് തരത്തിലാണ്. ഇനി ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിനും സൈഗോമോർഫിക് ഫ്ലവേഴ്സിനൊക്കെ ഇഷ്ടംപോലെ ഫാമിലി പഠിക്കുമ്പോൾ എക്സാമ്പിൾ കിട്ടും. എന്നാലും ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആക്ടിനോമോർഫിക്കിന് ഒരു എക്സാമ്പിൾ ചൈന റോസ് പറയാം. ചൈന റോസ്, ബ്രിഞ്ചൽ പറയാം. ചൈന റോസ്, ബ്രിഞ്ചൽ പറയാം. ഡെറ്റ്യൂറ, മസ്റ്റാർഡ്, ഇഷ്ടംപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി സൈഗോമോർഫിക്കിനാണെങ്കിൽ പി ഫ്ലവർ സൈഗോമോർഫിക്കിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഗുൽമോഹർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെസാൽപീനിയ, രാജമല്ലി എന്ന് പറഞ്ഞാണ് ഗുൽമോഹർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ കാഷ്യ, കണിക്കൊന്ന കാറ്റഗറിയിലൊക്കെ വരുന്ന കാഷ്യയും നമുക്ക് സൈഗോമോർഫിക്കിന് എക്സാമ്പിളായിട്ട് പറയാം. ഇനി ഇതിൻ്റെ ചിത്രങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇതാ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ ചിത്രം, ഇതാണ് ക്യാന ഫ്ലവറിന്റെ ചിത്രം. ഈ മഞ്ഞ കളറിൽ കാണുന്ന എല്ലാം സ്റ്റാമിനോടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക, ക്യാനയുടെ ഫ്ലവറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് എസിമെട്രിക് ഫ്ലവറിന് എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. എസിമെട്രിക് ഫ്ലവറിന് എക്സാമ്പിൾ ആയിട്ട് ഈ ഒന്നാമത്തെ ചിത്രം ആക്ടിനോമോർഫിക് ആണ്. നോക്കൂ, ഇവിടെ സെൻട്രൽ കൂടെ ഏത് പ്ലെയിനിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈക്വൽ ഹാഫ് സർക്കിളിനെ മാറ്റാൻ പറ്റും. ഇത് സൈഗോമോർഫിക് ഫ്ലവറിന് എക്സാമ്പിൾ ആണ്. കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു പ്ലെയിനിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് രണ്ട് ഹാഫ് ആയിട്ടാണ് മുറിക്കാൻ പറ്റുള്ളൂ. ഇത് സൈഗോമോർഫിക് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്ത നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നോക്കേണ്ടത് ഇതാ ഓരോ വേർഡിലെയും യൂണിറ്റുകളുടെ എണ്ണം വെച്ചുള്ള ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതെ, അപ്പം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ എ വേൾഡ്, ഒരു വേൾഡിലുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലവേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? 3 തരത്തിലാണ്. ഒരു വേൾഡിലെ യൂണിറ്റുകളുടെ എണ്ണം 5, 5 ഓർ മൾട്ടിപ്പിൾ ആകാം. 5 ഓർ ഇറ്റ്സ് മൾട്ടിപ്പിൾ, 4 ഓർ ഇറ്റ്സ് മൾട്ടിപ്പിൾ, 3 ഓർ ഇറ്റ്സ് മൾട്ടിപ്പിൾ. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ കൺസ്ട്രക്ഷൻ ഓരോ വേൾഡിലും 5 ഓ 5ന് മൾട്ടിപ്പിൾ ആയിട്ടാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് പെൻറ്റാമിറസ് ഫ്ലവർ. ഇപ്പോൾ പെൻറ്റാമിറസിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചൈന റോസ് പറയാം. ഇനി അതുപോലെ 4 ഓർ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ടെട്രാമീറസ് എന്ന് വിളിക്കും. ടെട്രാമീറസ്. മസ്റ്റാർഡ് നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾ പറയാം. മസ്റ്റാർഡ് പ്ലാന്റ് ഫ്ലവർ ടെട്രാമീറസിന് എക്സാമ്പിളാണ്. അതുപോലെ 3 ഓർ മൾട്ടിപ്പിൾ ഓഫ് 3 നമ്മൾ അതിനെ ട്രൈമീറസ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് മോണോകോട്ട് ഫാമിലികളിലെ ഏത് ഫ്ലവർ നോക്കിയാലും നമുക്ക് അവിടുത്തെ കണ്ടീഷൻ ട്രൈമീറസ് ആയിരിക്കും. മോണോകോട്ടിലെല്ലാം ട്രൈമീറസ് കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് ഒരു വേൾഡിൽ എത്ര യൂണിറ്റ് ഉണ്ട് എന്നുള്ള അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഇനി നമുക്ക് അതിൻ്റെ ചിത്രം കൂടെ നോക്കാം. നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കുക. ദിസ് വൺ എന്താ പറയുക? ചൈന റോസിന്റെ പടമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പെറ്റൽസ് 1, 2, 3, 4, 5 പെറ്റൽസ് അവിടെ കാണാം. അപ്പം 5 കാലിക്സ് ലോബുകളും കാണാൻ പറ്റും. അപ്പം നമുക്കിത് പെൻറ്റാമീറസ് എന്ന് വിശേഷിപ്പിക്കാം. പെൻറ്റാമീറസ്. ഇപ്പോൾ ചൈന റോസിന്റെ ഫ്ലവർ പെൻറ്റാമീറസിന് എക്സാമ്പിൾ ആണ്. ഇതാ ഇവിടെ നോക്കൂ, 4 പെറ്റൽസ് ആണ്. പെറ്റൽ ലോബുകൾ 4 എണ്ണം കാണുന്നു. അപ്പോൾ 4 വെച്ചാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേമൻസും നോക്കിയാൽ ഇതാ ഈ ഭാഗത്തൊരു സ്റ്റേമൻ കാണാം. ഇവിടെ ഒരു സ്റ്റേമൻ, ഇവിടെ ഒരു സ്റ്റേമൻ, ഇവിടെ ഒരു സ്റ്റേമൻ, 4 സ്റ്റേമൻ കാണാം. അപ്പം 4 സ്റ്റേമൻ 4 പെറ്റൽ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളിതിനെ ടെട്രാമീറസ്, ഈ കണ്ടീഷൻ വിളിക്കുന്നത് ടെട്രാമീറസ് ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മോണോകോട്ട് ഫ്ലവർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഔട്ടർ പെരിയാന്ത് 1, 2, 3 ഔട്ടർ പെരിയാന്താണ്. ഇന്നർ പെരിയാന്ത് 1, 2, 3. അപ്പോൾ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈ ഫ്ലവറിനെ ട്രൈമീറസ് എന്ന് വിളിക്കും. ട്രൈമീറസ്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഒരു ബ്രാക്റ്റ് എന്നാണ്. ഒരു ഫ്ലവറിനെ സബ്ടെൻഡ് ചെയ്യുന്ന സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ബ്രാക്റ്റ്. ഒരു ഫ്ലവറിന്റെ ചുവട്ടിൽ കാണുന്ന ചെറിയ ലീഫ് പോലെ സാധനമാണ് ബ്രാക്റ്റ്.
ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ബ്രാക്ട്. ഇതാണ് ബ്രാക്ട്. ഈ ഫ്ലവറിനെ സബ്ടെൻഡ് ചെയ്യുന്ന ചെറിയൊരു സ്ട്രക്ചറാണ് ബ്രാക്ട്. ഈ ബ്രാക്ട് ഉണ്ടെങ്കിൽ ആ ഫ്ലവറിനെ നമ്മൾ ബ്രാക്ടിയേറ്റ് എന്ന് വിളിക്കും. അവിടെ ബ്രാക്ട് ഇല്ലാത്തൊരു ഫ്ലവർ ആണെങ്കിൽ അതിന് മുമ്പ് ഒരു ചേർക്കുക. ഈ ബ്രാക്ടിയേറ്റ് എന്ന് വിളിച്ചാൽ ബ്രാക്ട് ഇല്ലാത്ത ഫ്ലവറായി മാറി. ഇത്രയുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പൊസിഷൻ ഓഫ് ഓവറി. ഒരു ഫ്ലവറിലെ ഓവറിയുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് പേരുകൾ മാറും. അതല്ലെങ്കിൽ പൊസിഷൻ ഓഫ് അതർ വേൾഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഓവറി. അപ്പം മറ്റു വേളുകളുടെ ഓവറിയെ അനുസരിച്ച് മറ്റു വേളുടെ പൊസിഷൻ എങ്ങനെ, അങ്ങനെ നമുക്ക് പലതരം പേരുകൾ പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കുക. ഇവിടെ ഓവറി ഏറ്റവും മുകളിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും ഓവറി സുപ്പീരിയർ എന്ന് പറയും. ഓവറി സുപ്പീരിയർ ആയപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് ബാക്കി വോളുകളെല്ലാം. അപ്പോൾ ബാക്കി വോളുകളുടെ എല്ലാം പൊസിഷൻ താഴെയാണ്. താഴെ എന്നുള്ളതിൻ്റെ വാക്ക് ഹൈപ്പോയാണ്. ആർക്ക് ഹൈപ്പോയാണ്? ഗൈനീഷ്യത്തിന് ഹൈപ്പോയാണ്. അത് നമ്മൾ ആ ഫ്ലവറിനെ പറയും ഹൈപ്പോഗൈനസ്. ഇവിടെ നോക്കൂ, ഇവിടെ ഓവറി താഴെയാണ്. ഓവറിയെ കവർ ചെയ്ത് തലാമസ് ഇങ്ങനെ വന്നിട്ട് ഓവറിയുടെ മുകളിൽ നിന്നാണ് ബാക്കി എല്ലാ ഫ്ലോറൽ ബോളുകളും എറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓവറിയുടെ പൊസിഷൻ എന്നാണ് ഇവിടെ നമ്മൾ പറയും ഓവറി ഇൻഫീരിയർ എന്ന് നമ്മൾ വിളിക്കും. ഓവറി ഇൻഫീരിയർ. അപ്പം മറ്റ് വേളുകളൊക്കെ എവിടെ നിൽക്കുകയാണ്? ഓവറിയുടെ മുകളിലാണ്. എബവ് ആണ്. എബവ് എന്നുള്ള വാക്ക് എപ്പിയാണ്. ആർക്ക് എബവ് ആണ്? ഗൈനീഷ്യത്തിന് എബവ് ആണ്. അപ്പോൾ നമ്മളതിനെ എപ്പിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കും. അപ്പോൾ ഹൈപ്പോഗൈനസ് ഫ്ലവറിന് ഇഷ്ടംപോലെ എക്സാമ്പിൾ പറയാം. ചൈന റോസ് ഹൈപ്പോഗൈനസിന് എക്സാമ്പിളാണ്. സൊളനേസിയുള്ള ബ്രിഞ്ചൾ, കോട്ടൺ, ഈ പ്ലാന്റുകളെല്ലാം ഹൈപ്പോഗൈനസ് ഫ്ലവർ ഉള്ളതിന് എക്സാമ്പിളാണ്. ഇനി എപ്പിഗൈനസ് ഫ്ലവർ ഉള്ളതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാം കുക്കുർബിറ്റ. അതുപോലെ ഫ്ലോററ്റ് ഓഫ് സൺഫ്ലവർ. സൺഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലോറസൻസ് ആണ്, ഫ്ലവർ അല്ല. സൺഫ്ലവർ ഇൻഫ്ലോറസൻസ്. അപ്പോൾ അതിൽ കാണുന്ന ഓരോ ഇൻഡിവിജ്വൽ ഫ്ലവറിന് നമ്മൾ ഫ്ലോററ്റ് എന്ന് പറയും. അപ്പോൾ സൺഫ്ലവറിൽ കാണുന്ന ഫ്ലോററ്റുകൾ നമുക്ക് ഇൻഫീരിയർ ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ എപ്പിഗൈനസ് കണ്ടീഷനാണ് ഇവിടെ കാണുന്നത്. ഇനി നടുക്കുള്ള രണ്ട് ചിത്രത്തിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് ചിത്രത്തിലും ഓവറി സെൻറ്ററിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഓവറിയെ സറൗണ്ട് ചെയ്ത് തലാമസ് വന്നിട്ട് ആ തലാമസിൻ്റെ റിബിൽ മറ്റു വേളുകൾ വരുമ്പോൾ നിങ്ങൾ ഈ ലെവലൊന്ന് പരിശോധിക്കൂ. ഓവറിയുടെയും മറ്റു ഫ്ലോറൽ വേളുകളുടെയും ലെവൽ ഒരുപോലെയാണ്, ഒരേ ലെവലിലാണ്. അപ്പോൾ ഇവിടെ ഈ ഗൈനീഷ്യത്തിന് ചുറ്റി മറ്റ് വേളുകൾ വരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും പെരിഗൈനസ് ഫ്ലവർ എന്ന് പറയും. ഗൈനീഷ്യത്തിനെ സറൗണ്ട് ചെയ്യുന്നു, പെരിഗൈനസ്. അപ്പം ഗൈനീഷ്യം സെൻട്രലാവുകയും അതിനെ ചുറ്റി തലാമസ് ഉണ്ടായി അതിൻ്റെ റിബിൽ മറ്റ് ഫ്ലോറൽ വേൾഡ്സ് വരികയും ചെയ്തത് പെരിഗൈനസ്. ഇവിടുത്തെ ഓവറുടെ പൊസിഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഹാഫ് ഇൻഫീരിയർ എന്നോ ഹാഫ് സുപ്പീരിയർ എന്നോ നിങ്ങൾക്ക് ഇവിടുത്തെ ഫ്ലവറിൻ്റെ പൊസിഷൻ പറയാൻ പറ്റും. അപ്പോൾ പെരിഗൈനസ് ഫ്ലവർ കാണുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റോസ്, പ്ലം, പിയർ. ഇതെല്ലാം നമുക്ക് പെരിഗൈനസ് ഫ്ലവർ കാണുന്നതിന് എക്സാമ്പിളാണ്. കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷന് ഈ ഡയഗ്രാം കൊടുത്തിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം ഫ്ലവറിനെ പറ്റി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫ്ലവറിന് എന്തെല്ലാം പാർട്ടുകളുണ്ടെന്നുള്ളതിന് വിശദാംശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഫ്ലവറിന് എന്തെല്ലാം പാർട്ടുണ്ട്? ടെക്സ്റ്റിലെ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലവറിലെ പാർട്ടുകൾ ഇവിടെ ലേബിൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ സ്റ്റോക്കിനെ നമ്മൾ പറഞ്ഞു പെഡിസൽ എന്ന് പറഞ്ഞു. പിന്നെ കാലിക്സും കൊറോളയും ഗൈനീഷ്യവും ആൻഡ്രീഷ്യം കാണാം. ഇവിടെ കാലിക്സ് പ്രത്യേകം കൊടുത്തിരിക്കുന്നു, കൊറോള പ്രത്യേകം, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അപ്പോൾ ഇതെല്ലാം എടുത്ത് പ്രത്യേകം കാണിച്ചിരിക്കുകയാണ്. ടെക്സ്റ്റിലെ ഡയഗ്രാം പരിചയപ്പെടാൻ വേണ്ടി വെച്ചു എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ വേള് കാലിക്സ് ആണ്. അപ്പോൾ കാലിക്സ് നമ്മൾ നോക്കുമ്പോൾ, കാലിക്സിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് വേൾഡ്. കാലിക്സ് ആണ് ഔട്ടർ മോസ്റ്റ് വേൾഡ്. കാലിക്സിൻ്റെ യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞ പേര് സെപ്പൽസ് എന്നാണ്. ഈ സെപ്പൽസ് ഫ്രീ ആയിട്ട് കാണാം, പരസ്പരം കൂട്ടി യോജിക്കാതെ ഫ്രീ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അവ ഫ്യൂസ്ഡ് ആയിട്ട് കാണാം. സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ നമ്മൾ ആ കണ്ടീഷനെ പോളിസെപ്പാലസ് എന്ന് വിളിക്കും.
സെപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മളതിനെ ഗ്യാമോസെപ്പാലസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഈ കാലിക്സിന്റെ ഫംഗ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ളിലുള്ള ഫ്ലോറൽ വോളുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. രണ്ടാമത്തെ യൂണിറ്റ് കൊറോളയാണ്. കൊറോള ഇത് സെക്കൻഡ് ഫ്ലോറൽ വോൾ ഇന്നർ ടു കാലിക്സ്. കൊറോളയാണ് ഏറ്റവും ലാർജസ്റ്റ് വേളായിട്ട് സാധാരണ ഫ്ലോറൽ കാണുക. പല കളറിലുള്ള കൊറോള നമുക്ക് കാണാൻ പറ്റും. കൊറോളയുടെ പ്രധാനപ്പെട്ട ജോലി പോളനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കൊറോള തന്നെ പല ഷേപ്പുകളിൽ കാണാൻ പറ്റും. കൊറോളയുടെ ലോബുകൾ നമ്മൾ പറഞ്ഞ പേര് പെറ്റൽസ് എന്നാണ്. പെറ്റൽസും ഫ്രീ ആയിട്ട് കാണപ്പെടാം. പെറ്റൽസ് ഫ്രീ ആണെങ്കിൽ നമ്മളതിനെ പോളിപെറ്റാലസ് കണ്ടീഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. പെറ്റൽസ് ഫ്യൂസ്ഡ് ആയിട്ട് കൊറോള ട്യൂബായിട്ട് കാണുന്നെങ്കിൽ നമ്മളതിനെ ഗ്യാമോപെറ്റാലസ് എന്നും വിളിക്കും. ഗ്യാമോപെറ്റാലസ്. ഇനി ചില ഫ്ലവറുകളിൽ നമുക്കറിയാം കാലിക്സും കൊറോളയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പെരിയാന്ത് എന്ന് പറയുന്ന ഒരു വേളാണ്. അപ്പോൾ ആ പെരിയാന്താണ് കാണുന്നതെങ്കിൽ ആ പെരിയാന്തിൻ്റെ ഓരോ ലോബിനെയും നമ്മൾ വിളിക്കുന്ന പേര് ടെപ്പൽസ് എന്നാണ്. ടെപ്പൽസ്. പെറ്റൽ എന്നുള്ളതിൻ്റെ പിയും ടിയും പരസ്പരം മാറ്റിയിട്ടാണ് ഈ ടെപ്പൽ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. ഈ ടെപ്പൽസ് ചിലപ്പോൾ ഫ്രീ ആയിരിക്കാം. ടെപ്പൽസ് ഫ്രീ ആയി കാണാം. ടെപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ട് കാണാം. ടെപ്പൽസ് ഫ്രീ ആണെങ്കിൽ അവയെ പോളിടെപ്പാലസ് എന്നല്ല പറയുന്നത്, അവയെ പോളിഫില്ലസ് എന്നാണ് വിളിക്കുന്നത്. പോളിഫില്ലസ്. അതുപോലെ ടെപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്യാമോഫില്ലസ് എന്നാണ് വിളിക്കുക. ഗ്യാമോഫില്ലസ്. അപ്പോൾ ഇനി ഒരു ഫ്ലവറിൽ കാണുന്നത് സെപ്പലോ പെറ്റലോ അല്ല ടെപ്പലോ ആയാൽ തന്നെയും ഈ സെപ്പൽ, പെറ്റൽ, ടെപ്പൽ ഇവ ഒരു വേളിലുള്ള സെപ്പൽസ് എല്ലാം അല്ലെങ്കിൽ പെറ്റൽസ് എല്ലാം അല്ലെങ്കിൽ ടെപ്പൽസ് എല്ലാം ബഡ് കണ്ടീഷനിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ അറേഞ്ച്മെന്റ് എന്നുള്ളൊരു പേര് പറയും ഈസ്റ്റിവേഷൻ എന്ന് പറയും. ഈസ്റ്റിവേഷൻ. The arrangements of petals, sepals or tepals with respect to other units of that word is called ഈസ്റ്റിവേഷൻ. അപ്പോൾ ഫ്ലവറിൽ വിവിധ തരം ഈസ്റ്റിവേഷൻസ് കാണാം. ആ ഈസ്റ്റിവേഷനിലേക്ക് നമുക്ക് നോക്കാം. നോക്കൂ, 4 തരം ഈസ്റ്റിവേഷൻ ആണ് ടെക്സ്റ്റിനകത്ത് പറയുന്നത്. ഈ ഒന്നാമത്തെ ഈസ്റ്റിവേഷൻ നമ്മൾ പരിശോധിച്ചാൽ ഒരു വേളിലുള്ള യൂണിറ്റുകൾ പരസ്പരം അടുത്തടുത്ത് അവയുടെ എൻഡുകൾ അടുത്തടുത്തിരിക്കുന്നത് കാണാം. ഫ്യൂസ് ചെയ്യുകയോ ഓവർലാപ്പ് ചെയ്യുകയോ ചെയ്യാതെ അടുത്തടുത്ത് ഒരേ ലെവലിൽ ഇരിക്കുന്നത് കാണാം. നമ്മൾ ഈ ഈസ്റ്റിവേഷനെ വിളിക്കുന്ന പേര് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്നാണ്. വാൽവേറ്റ്. ഈ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ നമുക്ക് സാധാരണ ബ്രിഞ്ചലിൽ കാണാം, കലോട്രോപ്പിസിൽ കാണാം. കലോട്രോപ്പിസ്, ബ്രിഞ്ചൽ തുടങ്ങിയ ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഈസ്റ്റിവേഷൻ നോക്കൂ. ഇവിടെ ഒരു വേളിൻ്റെ ഇവിടെ ഈ വേളിനെ ഓവർലാപ്പ് ചെയ്യുന്നു, ഇവിടെ ഉള്ളിലേക്ക്. അപ്പോൾ ഓരോ യൂണിറ്റിൻ്റെയും ഒരു എൻഡ് ഔട്ടറാണ്, ഒരു എൻഡ് ഇങ്ങനെ. അപ്പോൾ റെഗുലർ ഓവർലാപ്പിംഗ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് വിളിക്കും. ട്വിസ്റ്റഡ്. ചില ടെക്സ്റ്റിനകത്ത് ട്വിസ്റ്റഡിന് വേറൊരു പേരും കൂടെ കൊടുത്തിരിക്കും. കൺടോർട്ടഡ് ഈസ്റ്റിവേഷൻ എന്നും വിളിക്കാറുണ്ട്. കൺടോർട്ടഡ്, ട്വിസ്റ്റഡ് ഓർ കൺടോർട്ടഡ്. അപ്പോൾ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ കാണുന്നതിന് പ്രധാന എക്സാമ്പിൾ ചൈന റോസിൻ്റെ പെറ്റൽസ് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ മാൽവേസിയ ഫാമിലിയിലെ ഏത് പെറ്റൽ നോക്കിയാലും നിങ്ങൾക്ക് അതിൽ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ കാണാൻ പറ്റും. കോട്ടൺ പ്ലാന്റ് ആയാലും എല്ലാത്തിലും ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ കാണാം. ഇനി അടുത്ത ഇവിടെ നോക്കുക. ഇവിടുത്തെ ഓവർലാപ്പിങ്ങിന് പ്രത്യേകത ഒരു ഇറഗുലർ ഓവർലാപ്പിംഗ് ആണ്. പ്രത്യേക ഓർഡറിലല്ല. ഇവിടെ നോക്കൂ, ഈ യൂണിറ്റ് കംപ്ലീറ്റ്ലി ഇന്നാണ്, ഈ യൂണിറ്റ് കംപ്ലീറ്റ്ലി ഔട്ടാണ്, ഇത് പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടായിട്ടാണ് ബാക്കിയുള്ളത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറഗുലർ ആയിട്ട് ഉള്ള ഈ ഓവർലാപ്പിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എന്നാണ്. ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. ഇംബ്രിക്കേറ്റ്. ആ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ നമുക്ക് കാണാൻ കഴിയുക ഗുൽമോഹർ ഓർ സെസാൽപീനിയ, കാഷ്യ. അപ്പോൾ സെസാൽപീനിയേസിയ ഫാമിലിയുടെ പെറ്റലിൻ്റെ ക്യാരക്ടറാണ് ഇങ്ങനത്തെ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. ഇനി ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നത് ഈ ഈസ്റ്റിവേഷൻ്റെ പ്രത്യേകത ഇതാ നോക്കൂ. ഏറ്റവും വലിയ പെറ്റൽ കംപ്ലീറ്റ്ലി ഔട്ടാണ്. ഇനി ഈ കംപ്ലീറ്റ്ലി ഔട്ടായിട്ട് ഇത് പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടാണ്. ഏറ്റവും ഉള്ളിലുള്ള ഇവ കംപ്ലീറ്റ്ലി ഇന്നാണ്. അപ്പോൾ ഈ ഏറ്റവും പുറമേയുള്ള ഈ വലിയ പെറ്റൽ നമ്മൾ സ്റ്റാൻഡേർഡ് പെറ്റൽ തന്നെ വെക്സില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റിവേഷനെ വെക്സില്ലറി ഈസ്റ്റിവേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. വെക്സില്ലറി ഈസ്റ്റിവേഷൻ.
ഈ വെക്സിലറി ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത് പാപ്പിലിയോണേസിയെ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അപ്പം നിങ്ങളോട് ഒരു പ്ലാന്റ് എക്സാമ്പിളായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം പീ പ്ലാന്റ് പറയാം, അല്ലെങ്കിൽ പാപ്പിലിയോണേസിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വെക്സിലറി ഈസ്റ്റുവേഷൻ കാണാൻ പറ്റും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി അടുത്ത ഫ്ലോറൽ വോൾ നമുക്ക് പഠിക്കാനുള്ള ഫ്ലോറൽ വോൾ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യമാണ്. ആൻഡ്രീഷ്യം. അപ്പം കൊറോളയ്ക്ക് ഉള്ളിലാണ് ആൻഡ്രീഷ്യം ഇരിക്കുന്നത്. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് വേളാണ്. ഈ ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേമൻ എന്നാണ്. ആൻഡ്രീഷ്യത്തിൽ കാണുന്ന ഓരോ യൂണിറ്റിനെ നമ്മൾ സ്റ്റേമൻ എന്ന് പറയും. ഒരു സ്റ്റേമൻ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആ സ്റ്റേമൻ 2 ഭാഗങ്ങൾ കാണാം. ഒന്ന് അതിൻ്റെ സ്റ്റോക്ക്, സ്റ്റേമൻ്റെ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിലമെൻ്റ് എന്നാണ്. ആ ഫിലമെൻ്റ് ടിപ്പിൽ ഒരു ഫെർട്ടൈൽ സാക്ക് കാണാം. ആ ഫെർട്ടൈൽ സാക്കിനെ വിളിക്കുന്ന പേര് ആന്തർ എന്നാണ്. സാധാരണഗതിയിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു ഫ്ലവറിൽ 2 ആന്തേഴ്സ് നമുക്ക് കാണാൻ പറ്റും. 2 ആന്തേഴ്സ്. അപ്പോൾ അതിൻ്റെ ചിത്രത ഫിലമെൻ്റ് ഇങ്ങനെ വരയ്ക്കാം. ഫിലമെൻ്റ്, ആ ഫിലമെൻ്റ് ടിപ്പിൽ 2 ആന്തേഴ്സ് വരച്ചിരിക്കും. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഫിലമെൻ്റ് ഇങ്ങനെ കാണിക്കാം. ആന്തേഴ്സ് ഇങ്ങനെ കാണിക്കാം. ആന്തേഴ്സ്, ഫിലമെൻറ്റും ആന്തേഴ്സ്. അപ്പോൾ ഒരു ആന്തർ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു ആന്തറിനകത്ത് 2 പോളൻ ചേമ്പേഴ്സ് കാണാം. ഒരു ആന്തറിൽ 2 പോളൻ ചേമ്പേഴ്സ്. ഈ പോളൻ ചേമ്പേഴ്സിനുള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കപ്പെടുന്നത്. പോളൻ ഗ്രെയിൻസ് നിർമ്മിക്കപ്പെടുന്നത് ഈ പോളൻ ചേമ്പറിനുള്ളിലാണ്. അപ്പം ഈ 2 ആന്തർ ലോബ് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു മെജോറിറ്റിയിൽ 2 ആന്തേഴ്സ് കാണാമെന്ന് പറഞ്ഞു. ഒരു സ്റ്റേമനിൽ 2 ആന്തേഴ്സ് കാണുമെങ്കിൽ നമ്മൾ അതിനെ ഡൈത്തീക്കസ് സ്റ്റേമൻ എന്ന് വിളിക്കും. ഡൈത്തീക്കസ് സ്റ്റേമൻ മെജോറിറ്റിയിൽ ഡൈത്തീക്കസ് ആണ് കാണുക. അപ്പോൾ ഡൈത്തീക്കസ് സ്റ്റേമനിലാണെങ്കിൽ 2 ആന്തർ ലോബ് കാണാം. ഒരു ആന്തറിൽ 2 പോളൻ ചേമ്പർ. അപ്പോൾ ഡൈത്തീക്കസ് ആന്തറിൽ നിങ്ങൾക്ക് 4 പോളൻ ചേമ്പേഴ്സ് കാണാൻ പറ്റും. ഇനി മാൽവേസിയുടെ ടിപ്പിക്കൽ ക്യാരക്ടറാണ് മോണോത്തിക്കസ് ആന്തേഴ്സ്. മോണോത്തിക്കസ് ആന്തർ ആണെങ്കിൽ അവയിൽ നമ്മൾ പരിശോധിച്ചാൽ അവയിൽ ഒരു ആന്തർ ലോബ് മാത്രം, ഇങ്ങനെ ഒരു ആന്തർ ലോബ് മാത്രം. അപ്പോൾ ഒരു ആന്തർ ലോബ് ആണെങ്കിൽ നമ്മൾ അതിനെ മോണോത്തിക്കസ് എന്ന് വിളിക്കും. ദിസ് മോണോത്തിക്കസ് സ്റ്റേമനാണ്. നമുക്ക് മാൽവേസ്, ചൈന റോസ് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ മോണോത്തിക്കസ് ആന്തറിലാണെങ്കിൽ ഒരു ആന്തർ ലോബേ ഉള്ളൂ. ആ ഒരു ആന്തർ ലോബിൽ നിങ്ങൾക്ക് 2 പോളൻ ചേമ്പർ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ആ കാര്യവും പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത നോക്കേണ്ടത് ഈ സ്റ്റേമൻ്റെ ഫ്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റേമനിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫ്യൂഷൻസ് കാണാൻ പറ്റും. സ്റ്റേമനിൽ പലതരത്തിലുള്ള ഫ്യൂഷൻ കാണാൻ പറ്റും. ഫ്യൂഷൻ ഇൻ സ്റ്റേമൻ. ചിലപ്പോൾ സ്റ്റേമൻ മറ്റൊരു വോളുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കാം. അപ്പോൾ സ്റ്റേമൻ വേറൊരു വോളുമായിട്ട് ഫ്യൂസ് ചെയ്യുമെങ്കിൽ ഫ്യൂഷൻ വിത്ത് അതർ വോൾ, മറ്റു വോളുമായിട്ട് ഫ്യൂസ് ചെയ്യാം. സ്റ്റേമൻ വേറൊരു വോളുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളതിനെ അഗ്നേഷൻ എന്നാണ് വിളിക്കുക. അഗ്നേഷൻ. ചിലപ്പോൾ സ്റ്റേമൻ തന്നെ പരസ്പരം ഫ്യൂസ് ചെയ്തിരിക്കാം. അപ്പോൾ ഫ്യൂഷൻ എമംഗ് ദംസെൽവ്സ്, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ കൊഹിഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ സ്റ്റേമനിലെ ഫ്യൂഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അഗ്നേഷനും കാണാം, കൊഹിഷനും കാണാം. ഓരോന്നും എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അഗ്നേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേമൻ്റെ ഫ്യൂഷൻ മറ്റു ഏതെങ്കിലും വേളുമായിട്ടാകാം. സാധാരണ സ്റ്റേമൻ ഫ്യൂസ് ചെയ്യുന്നത് കൊറോള ട്യൂബുമായിട്ടാണ്. അപ്പോൾ കൊറോള ട്യൂബാണ് പെറ്റൽസ് ഫ്യൂസ് ചെയ്ത് കൊറോള ട്യൂബ് കാണുമെങ്കിൽ ആ കൊറോള ട്യൂബിൻ്റെ പുറത്ത് സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്തിരിക്കാം. അങ്ങനെയാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എപ്പിപെറ്റാലസ് എന്നാണ്. അത്തരം സ്റ്റേമനെ എപ്പിപെറ്റാലസ് എന്ന് നമുക്ക് വിളിക്കാം. സാധാരണ സൊളനേസിയിൽ നിങ്ങൾക്ക് ബ്രിഞ്ചൽ, ഡെറ്റ്യൂറ തുടങ്ങിയവയിലൊക്കെ നിങ്ങൾക്ക് എപ്പിപെറ്റാലസ് സ്റ്റേമൻ കാണാൻ പറ്റും. ഇനി ചിലപ്പോൾ അവ പെരിയാന്തിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ചിലതിൽ നോൺ അസെക്ഷനുള്ള പെരിയാന്തായിരിക്കും. ആ പെരിയാന്തിൻ്റെ ടെപ്പലാണ് അവ അറ്റാച്ച് ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ എപ്പിഫില്ലസ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ പെരിയാന്ത് ലോബിലാണ് അല്ലെങ്കിൽ പെരിയാന്ത് ട്യൂബിലാണ് സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ എപ്പിഫില്ലസ് എന്ന് പറയും. എപ്പിഫില്ലസ്. നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് ലില്ലി പറയാം. ലില്ലി എക്സാമ്പിളായിട്ട് പറയാം. ഇനി അടുത്ത കൊഹിഷനെ പറ്റിയാണ്. കൊഹിഷനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കൊഹിഷൻ ഇൻ സ്റ്റേമൻ. അപ്പോൾ കൊഹിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേമൻസ് പരസ്പരം ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ സ്റ്റേമൻ്റെ ഫിലമെൻസ് മാത്രം ഫ്യൂസ് ചെയ്തിരിക്കാം, ചിലപ്പോൾ സ്റ്റേമൻ്റെ ആന്തേഴ്സ് മാത്രം ഫ്യൂസ് ചെയ്യാം. ആ രണ്ട് കണ്ടീഷനാണ്. അപ്പോൾ സ്റ്റേമൻസ് മാത്രമാണ് ഫ്യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ സ്റ്റേമൻസ് മാത്രം ഫ്യൂസ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് കാണുമെങ്കിൽ നമ്മൾ അതിനെ മോണഡൽഫസ് സ്റ്റേമൻ എന്ന് വിളിക്കും. അപ്പോൾ ഫിലമെന്റുകളെല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആയാൽ മോണഡൽഫസ്. ഇനി ഫിലമെന്റ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് രണ്ട് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളതിനെ ഡൈഅഡൽഫസ് എന്ന് വിളിക്കും. ഫിലമെന്റുകൾ ഫ്യൂസ് ചെയ്ത് രണ്ടിലധികം ഗ്രൂപ്പായിട്ട് കാണുമെങ്കിൽ നമ്മളതിനെ പോളിഅഡൽഫസ്. അപ്പോൾ നമുക്കതിൻ്റെ ചിത്രങ്ങൾ നോക്കാം. ഇവിടെ ഫിലമെന്റ് ഫ്യൂസ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു സ്റ്റാമിനൽ ട്യൂബ് ഇവിടെ കാണാം. അപ്പോൾ ഫിലമെന്റ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു സ്റ്റാമിനൽ ട്യൂബ് ഉണ്ടായിട്ട് അതിലാണ് എല്ലാ ആന്തറും കാണുന്നത്. അപ്പോൾ ഈ ഒരു മോണഡൽഫസ് കണ്ടീഷൻ നിങ്ങൾക്ക് മാൽവേസിയെ ഫാമിലിയിൽ കാണാം. അപ്പോൾ മാൽവേസിയ ഫാമിലിയിലെ പ്ലാന്റുകൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ചൈന റോസ് പറയാം, കോട്ടൺ പ്ലാന്റ് പറയാം. അതുപോലെ ഈ രണ്ടാം ചിത്രം നോക്കൂ. ഇതിൽ ഫിലമെന്റ് ഫ്യൂസ് ചെയ്തിട്ട് 9 സ്റ്റേമൻ ഫിലമെന്റ് ഫ്യൂസ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നു. ഒരു സ്റ്റേമന് പ്രത്യേകം. അപ്പോൾ ഇവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ 9 ഫ്യൂസ്ഡ് + 1 അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ഫിലമെന്റ് ഫ്യൂസ് ചെയ്ത് എന്തായാലും സ്റ്റേമൻ രണ്ട് ഗ്രൂപ്പായിട്ട് കണ്ടാൽ ഇത് ഡൈഅഡൽഫസിന് എക്സാമ്പിളാണ്. ഡൈഅഡൽഫസ് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ പീ പ്ലാന്റ് ആണ്. ഈ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കൂ. ഫിലമെന്റ് ഫ്യൂസ് ചെയ്ത് 1, 2, 3, 4, 5 ഗ്രൂപ്പായിട്ട് കാണുക. ഫിലമെന്റ് ഫ്യൂസ് ചെയ്ത് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പായിട്ട് ഫിലമെന്റ്സ് ഫ്യൂസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ പോളി അഡൽഫി അല്ലെങ്കിൽ പോളിഅഡൽഫസ് കണ്ടീഷൻ എന്ന് പറയും. ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ സിട്രസ് ആണ്. സിട്രസിന്റെ എല്ലാ സ്പീഷീസിലും ഈ കണ്ടീഷൻ ഇല്ല. സിട്രസ് ഔറാൻഷിയാക്ക, ഇത് വേറൊന്നുമല്ല, ഓറഞ്ച് പ്ലാന്റ് ആണ്. ഈ ഓറഞ്ച് പ്ലാന്റിൽ നിങ്ങൾക്ക് പോളിഅഡൽഫസ് കണ്ടീഷൻ കാണാൻ പറ്റും. അപ്പോൾ ഫിലമെന്റിന്റെ ഫ്യൂഷൻ വഴി 3 കണ്ടീഷനാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞ ആന്തേഴ്സ് യുണൈറ്റ് ചെയ്യാം. ഇത് ആന്തേഴ്സ് യുണൈറ്റ് ചെയ്ത് കാണുന്നു. ആന്തേഴ്സ് മാത്രം യുണൈറ്റ് ചെയ്ത് കാണുന്നു. ഇവിടുത്തെ ഫിലമെന്റുകൾ ഫ്രീ ആണ്. ഫിലമെന്റുകൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മളിവിടെ ഫിലമെന്റ് എണ്ണിയാണ് എത്ര സ്റ്റേമൻ എന്ന് പറയുന്നത്. 1, 2, 3, 4, 5 സ്റ്റേമൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ആന്തേഴ്സ് യുണൈറ്റ് ചെയ്യുകയും ഫിലമെന്റ് ഫ്രീ ആവുകയും കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് സിൻജിനീഷ്യസ് എന്നാണ്. ഈ കണ്ടീഷനെ സിൻജിനീഷ്യസ് എന്ന് പറയും. സൺഫ്ലവർ ഫാമിലിയിലെ ആന്തേഴ്സിന്റെ പ്രത്യേകതയാണ് ഈ കണ്ടീഷൻ, സിൻജിനീഷ്യസ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ കൊറോള ട്യൂബ് കാണാം. കൊറോള ട്യൂബിൽ സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എപ്പിപെറ്റാലസ് കണ്ടീഷൻ നമ്മൾ ഇതിനെ വിളിക്കും, എപ്പിപെറ്റാലസ് കണ്ടീഷൻ. അപ്പോൾ ഇതാണ് സ്റ്റേമൻ്റെ ഫ്യൂഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നോക്കേണ്ടത് ഗൈനീഷ്യം, അവസാനത്തെ വേളായ ഗൈനീഷ്യത്തെക്കുറിച്ചാണ്. ഗൈനീഷ്യം ഫ്ലവറിലെ ഏറ്റവും അവസാനത്തതും അല്ലെങ്കിൽ ഏറ്റവും ഉള്ളിൽ കാണുന്ന വേളാണ് ഗൈനീഷ്യം. ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആണ്. ഗൈനീഷ്യത്തിന് മറ്റൊരു പേര് പറയും പിസ്റ്റിൽ എന്ന് ഇവിടെ നമ്മൾ പറയും. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ ഈ ഫ്ലവറിൽ നമ്മൾ പറഞ്ഞതാണ് ഫീമെയിൽ ഫ്ലവറിൻ്റെ മറ്റു പേരാണ് പിസ്റ്റിലേറ്റ്. ആ പിസ്റ്റിലേറ്റ് എന്നുള്ള വാക്ക് വരാൻ കാരണം ഗൈനീഷ്യത്തിൻ്റെ മറ്റു പേരാണ് പിസ്റ്റിൽ. അപ്പം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആണ്. അവ നിർമ്മിച്ചിരിക്കുന്നത് കാർപ്പൽസ് കൊണ്ടാണ്. കാർപ്പൽസ്. അപ്പോൾ ഗൈനീഷ്യം നിർമ്മിച്ചിരിക്കുന്ന കാർപ്പൽസ് കൊണ്ടാണ്. ഒരു കാർപ്പലിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാർപ്പലിന് ബേസിലൊരു സ്വളൻ പോർഷൻ കാണാം, പിന്നെ ഒരു ഇലോങ്ങേറ്റഡ് പോർഷൻ കാണാം, ടിപ്പിലൊരു റിസപ്റ്റീവ് പോർഷൻ കാണാം. ഈ ബേസിൽ കാണുന്ന സ്വളൻ പോർഷൻ നമ്മൾ പറയും ഓവറി എന്ന് പറയും. ഇനി ഓവറിയുടെ ഈ എക്സ്റ്റൻഷനെ നമ്മൾ വിളിക്കുന്നത് ഒരു സ്റ്റൈൽ എന്നാണ്. സ്റ്റൈൽ എൻഡ് ചെയ്യുന്നത് പോളൻ റിസീവിങ് സ്ട്രക്ചറായ സ്റ്റിഗ്മയിലാണ്. അപ്പോൾ പോളൻ റിസീവ് ചെയ്യുന്നത് സ്റ്റിഗ്മയിലാണ്. ഓവറിയാണ് ഇവിടുത്തെ ഫെർട്ടൈൽ പോർഷൻ. ഓവറി നമ്മൾ പരിശോധിച്ചാൽ ഓവറിയിലൊരു സോഫ്റ്റ് ടിഷ്യൂ കാണാം. ആ സോഫ്റ്റ് ടിഷ്യൂ നമ്മൾ പറയുന്ന പേര് പ്ലാസൻറ്റ എന്നാണ്. ഈ പ്ലാസൻറ്റയിൽ അറ്റാച്ച് ചെയ്യപ്പെടുകയും
പ്ലാസന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ധാരാളം ഓവ്യൂൾസ് നമുക്കിവിടെ കാണാൻ പറ്റും. ദീസ് ആർ ഓവ്യൂൾസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഓവറി ഡെവലപ്പ് ചെയ്ത് ഓവറി റൈപ്പൻ ചെയ്ത് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു. ഓവ്യൂൾ ഫെർട്ടിലൈസേഷന് ശേഷം മെച്യൂർ ചെയ്ത് സീഡ്സ് ആയിട്ട് മാറും. ഓവർ റൈപ്പൻ ചെയ്ത് ഫ്രൂട്ട് ആകുന്നു, ഓവ്യൂൾ മെച്യൂറായി സീഡ്സ് ആയിട്ട് മാറും. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് അഥവാ ആൻജിയോസ്പെമിന്റെ പ്രത്യേകതയാണ് ഫ്രൂട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ജിംനോസ്പെമുകളിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? ജിംനോസ്പെമിൽ ഓവറി ഇല്ല, ഓവറിക്കുള്ളിലല്ല ഓവ്യൂൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓവ്യൂൾ അവിടെ ജിംനോസ്പെമിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഗൈനീഷ്യത്തിൽ ചിലപ്പോൾ ഒരു കാർപ്പലായിരിക്കാം, ഓർ 1 to many കാർപ്പൽസ്. ഒരു കാർപ്പൽ കാണാം, അല്ലെങ്കിൽ ധാരാളം കാർപ്പൽസ് ഉണ്ടായിരിക്കും ഗൈനീഷ്യം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ ഗൈനീഷ്യത്തിൽ മെനി കാർപ്പൽസ്, ധാരാളം കാർപ്പൽസ് ആണെങ്കിൽ ഈ കാർപ്പൽസ് ഫ്യൂസ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഫ്രീ ആവാം. അപ്പോൾ ആ ഫ്യൂസ് ചെയ്താണ് കാണുന്നതെങ്കിൽ നമ്മളതിനെ സിൻകാർപ്പസ്. അപ്പം ഒന്നിലധികം കാർപ്പലുകൾ വരികയും ആ കാർപ്പലുകൾ ഫ്യൂസ് ചെയ്തും കാണുന്ന കണ്ടീഷൻ നമ്മൾ പറയുന്നത് സിൻകാർപ്പസ് കണ്ടീഷൻ എന്നാണ്. സിൻകാർപ്പസ് കണ്ടീഷൻ. ചൈന റോസ്, ലേഡീസ് ഫിംഗർ, മസ്റ്റാർഡ്, ഇതിലെല്ലാം നിങ്ങൾക്ക് സിൻകാർപ്പസ് ഗൈനീഷ്യം കാണാം. ഇനി ഒന്നിലധികം കാർപ്പലുകൾ വരികയും ആ കാർപ്പലുകൾ ഫ്രീ ആണെങ്കിൽ നമ്മളതിനെ അപ്പോകാർപ്പസ് കണ്ടീഷൻ എന്നാണ് വിളിക്കുക. ലോട്ടസിൽ നിങ്ങൾക്ക് അപ്പോകാർപ്പസ് കണ്ടീഷൻ കാണാൻ പറ്റും. അപ്പോൾ ധാരാളം കാർപ്പലുണ്ട്, ആ കാർപ്പലെല്ലാം ഫ്രീ ആണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഗൈനീഷ്യത്തിൻ്റെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നു. സ്റ്റിഗ്മ കാണുന്നു, സിൻകാർപ്പസ് ഓവറി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, കാർപ്പൽസിൽ ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ ഇത് അപ്പോകാർപ്പസ് കണ്ടീഷൻ എക്സാമ്പിളാണ്. ഇവിടുന്ന് സിൻകാർപ്പസ് ഓവറിക്ക് എക്സാമ്പിളായിട്ടാണ് ഈ ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ പോർഷനിലേക്ക് വരികയാണെങ്കിൽ പ്ലാസന്റേഷനെ പറ്റിയാണ് പറയുന്നത്. പ്ലാസന്റേഷൻ. അപ്പം ഒരു ഓവറിയിൽ പ്ലാസന്റയുടെ പൊസിഷൻ എവിടെയാണോ അവിടെയായിരിക്കും ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുക. ഈ ഓവ്യൂൾസിന്റെ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ പ്ലാസന്റയുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ഗൈനീഷ്യത്തിൽ പലതരത്തിലുള്ള പ്ലാസന്റേഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഒന്നാമത്തെ പ്ലാസന്റേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ പ്ലാസന്റേഷൻ ആക്സൈൽ പ്ലാസന്റേഷൻ. ഒന്നാമത്തെ ഡയഗ്രാം ഇത് ആക്സിയൽ പ്ലാസന്റേഷൻ്റെ ആണ്. രണ്ടാമത്തെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് മാർജിനൽ പ്ലാസന്റേഷനാണ്. മൂന്നാമത്തത് പെറൈറ്റൽ പ്ലാസന്റേഷൻ. നാലാമത്തത് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. അഞ്ചാമത്തത് ബേസൽ പ്ലാസന്റേഷൻ. ഞാൻ പരിചയപ്പെടാൻ പേരുകൾ പറഞ്ഞുള്ളൂ, മാച്ചിങ്ങിനൊക്കെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നോക്കൂ, ഇതിൽ മാർജിനൽ പ്ലാസന്റേഷനിലും ബേസലും നിങ്ങളോട് തന്നിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഓവറുടെ LS എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മാർജിനലും ബേസിലും കാണാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ ഓവറിയുടെ മാർജിനിൽ പ്ലാസന്റ വരികയും ആ പ്ലാസന്റയിൽ ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ആണെങ്കിൽ പ്ലാസന്റ ഓവറിയുടെ ബേസൽ പോർഷനിലാണ്, ആ ബേസിലായിരിക്കും ഓവ്യൂൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെ ബേസൽ പ്ലാസന്റേഷൻ എന്ന് പറയും. മാർജിനൽ പ്ലാസന്റേഷൻ കാണുന്നതിന് എക്സാമ്പിളായിട്ട് പീ പ്ലാന്റ് പറയാം, കാഷ്യ പറയാം. ഫാമിലി വെച്ചാൽ ലെഗൂമിനോസെ ഫാമിലിയിൽ മൊത്തം നിങ്ങൾക്ക് മാർജിനൽ പ്ലാസന്റേഷൻ കാണാൻ പറ്റും. ഇനി ബേസൽ പ്ലാസന്റേഷൻ സൺഫ്ലവർ ഫാമിലിയിൽ തന്നെ നിങ്ങൾക്ക് ബേസൽ പ്ലാസന്റേഷൻ കാണാൻ പറ്റും. ഇനി അടുത്ത മറ്റു പ്ലാസന്റേഷനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആക്സൈലാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ CS ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ആക്സൈൽ പ്ലാസന്റേഷൻ്റെ LS നമ്മൾ നോക്കുകയാണെങ്കിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നടുക്ക് ഒരു ആക്സിസ് മാതിരി ഒരു പ്ലാസന്റ വരികയും അതിലാണ് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. ഇവിടെ 3 കാർപ്പലുള്ള ഒരു ഗൈനീഷ്യമാണ്. അവിടെ നടുക്ക് ഒരു ആക്സിയൽ പ്ലാസന്റ വരികയും അതിൽ ഓവ്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് കാണുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് ചൈന റോസ് എക്സാമ്പിൾ പറയാം, ലെമൺ നാരങ്ങ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ പറഞ്ഞു പെറൈറ്റൽ പ്ലാസന്റേഷൻ ആണെന്ന് പറഞ്ഞു.
എന്താ ഈ പ്ലാസന്റേഷന്റെ പ്രത്യേകത? ഇവിടെ ഓവറി വാളുകളിലാണ് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് പാരറ്റൽ പ്ലാസന്റേഷൻ. അപ്പോൾ ഇത് എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. പപ്പായ, കുക്കുർബിറ്റ, മസ്റ്റാർഡ്, ആർജിമോൺ, ഇതിലെല്ലാം നിങ്ങൾക്ക് പാരറ്റൽ പ്ലാസന്റേഷൻ കാണാൻ പറ്റും. ടെക്സ്റ്റിനകത്ത് പറയുന്ന ഒരു സംഗതി കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. മസ്റ്റാർഡിലും ആർജിമോണിലും 2 കാർപ്പലുകൾ ഉണ്ടെങ്കിൽ അകത്ത് 2 കാർപ്പലുകളാണ്, ഒരു ചേംബറേ ഉള്ളൂ. പക്ഷേ അവ 2 ചേംബറായിട്ട് കാണുന്നു. കാരണം എന്താണ്? ഒരു ഫാൾസ് സെപ്റ്റം അവിടെ ഫോം ചെയ്യും. മസ്റ്റാർഡിലും ആർജിമോണിലും ബൈകാർക്കുലർ ഗൈനീഷ്യമാണെങ്കിലും അകത്തൊരു ഫാൾസ് സെപ്റ്റം ഫോം ചെയ്യുന്ന വഴി അവ 2 ചേംബറായിട്ട് കാണുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതോടെ ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഈ 4 പ്ലാന്റുകൾ നിങ്ങൾക്ക് പാരറ്റൽ പ്ലാസന്റേഷൻ കാണാൻ പറ്റും. ഇനി നോക്കൂ, ഇവിടെ അടുത്ത പ്ലാസന്റേഷൻ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്നാണ്. ഫ്രീ സെൻട്രൽ ഡയാന്തസ്, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ കാണുന്നതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഡയാന്തസ്, പ്രിംറോസ്, ഡയാന്തസ് തുടങ്ങിയ പ്ലാന്റുകളിലാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. എന്താണ് ഫ്രീ സെൻട്രലിന്റെ പ്രത്യേകത? ഫ്രീ സെൻട്രലിന്റെ പ്രത്യേകത ഇവിടെ തന്നെ ഞാൻ വരച്ച് കാണിക്കാം. ഗൈനീഷ്യം ഇങ്ങനെ ഓവറി ഇങ്ങനെ വരികയാണെങ്കിൽ സെൻട്രലിൽ ഒരു പ്ലാസന്റ ഇങ്ങനെ കാണുന്നു. സെൻട്രൽ ഒരു പ്ലാസന്റ, ഈ പ്ലാസന്റ മേളിൽ ഫ്യൂസ് ചെയ്യുന്നില്ല. മേളിൽ ഫ്യൂസ് ചെയ്താൽ അവ ആക്സിയൽ പ്ലാസന്റേഷനായി മാറി. ഈ പ്ലാസന്റ മേളിൽ ഫ്യൂസ് ചെയ്ത് അതൊരു കുറ്റി പോലെ ഇവിടെ നിന്നിട്ട് അതിലാണ് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ CS ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ, അതായത് ക്രോസ് സെക്ഷനാണ്, CS എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നടുക്കൊരു പ്ലാസന്റ വരികയും അത് ഓവറിയുടെ റൂഫിൽ ടച്ച് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റ. ഇത് നമ്മൾ പറയും ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. പ്രിംറോസ്, ഡയാന്തസ് തുടങ്ങിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് ആ പ്ലാസന്റേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലവറിനെ പറ്റിയും പാർട്സ് ഓഫ് ഫ്ലവറിനെ പറ്റി പൊതുവായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അത് ക്ലിയറായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടെ പരിശോധിച്ചിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. ഒന്നാം ചോദ്യം നോക്കൂ. വെക്സില്ലറി ഈസ്റ്റിവേഷൻ മാച്ച് ദ ഫോളോയിങ് ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. റീനീറ്റ് 2024 കഴിഞ്ഞ വർഷത്തെ റീനീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഈസ്റ്റിവേഷൻ്റെ പല ടേമുകളാണ്. ഒന്ന് ഈ വെക്സില്ലറി ഈസ്റ്റിവേഷൻ. നമുക്കറിയാം വെക്സില്ലറി ഈസ്റ്റിവേഷൻ കാണുന്നത് പാപ്പിയോണേസിയ ഫാമിലിയിലാണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പീ പ്ലാന്റ് ആണ്. എക്സാമ്പിൾ നമുക്ക് പീ പ്ലാന്റ് കൊടുത്തിരിക്കുന്നു. ഈ എപ്പിപെറ്റാള സ്റ്റേമൻ എന്താണ്? എപ്പിപെറ്റാള സ്റ്റേമൻ കൊറോള ട്യൂബ് ഉണ്ടാവുകയും സ്റ്റേമൻസ് കൊറോള ട്യൂബിൽ അറ്റാച്ച് ചെയ്യും കാണുക. അപ്പോൾ ഇവിടെ കൊറോള ട്യൂബ് കാണുന്നത് ബ്രിഞ്ചലിലാണ്. അപ്പോൾ നമ്മൾ പറയും എപ്പിപെറ്റാള സ്റ്റേമൻ മാച്ച് ചെയ്യുക, നമുക്ക് ബ്രിഞ്ചലുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. എപ്പിഫില്ലസ് എന്ന് പറയുമ്പോൾ പെരിയാന്തൽ സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്യുക. അത് നമുക്ക് കാണുന്ന വേറെ അടുത്തുമല്ല, ലില്ലിയിൽ കാണാം. ഇനി ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പെരിഗൈനസിന് ടെക്സ്റ്റിൽ തന്നെ നമുക്ക് പറഞ്ഞ എക്സാമ്പിളാണ് പീച്ച് പ്ലാൻ. ഇങ്ങനെ നിങ്ങൾക്ക് അത് ലേബൽ ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാം സ്റ്റേറ്റ്മെന്റ് ഇൻ സിട്രസ്. ടെക്സ്റ്റിനകത്ത് പറയുന്നത് സിട്രസ് ജീനസ് നെയിം മാത്രം പറയുന്നു. സിട്രസിൽ സ്റ്റേമൻസ് ആണ് ഡൈഅഡൽഫസ്. തെറ്റാണ്. അവിടെ സ്റ്റേമൻസ് പോളി അഡൽഫസ് കണ്ടീഷനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, തെറ്റാണ്. ഇൻ പി സ്റ്റേമൻസ് ആർ പോളി അഡൽഫസ്. അവിടെ തെറ്റി. പിയിൽ സ്റ്റേമൻസ് ഡൈ അഡൽഫസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ദ ലെങ്ത് ഓഫ് ഫിലമെന്റ് ഓഫ് സ്റ്റേമൻസ് ആർ വേരിയന്റ് വിത്തിൻ എ ഫ്ലവർ, സാൽവിയ ആൻഡ് മസ്റ്റാർഡ്. സാൽവിയ നമുക്ക് നോക്കാം. സാൽവിയ, മസ്റ്റാർഡ്. സാൽവിയയിലെയും മസ്റ്റാർഡിലെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫിലമെന്റിന്റെ ലെങ്ത് വേരി ചെയ്യുന്നു. സാൽവിയയിൽ നിങ്ങൾ നോക്കിയാൽ പറയാം 2L 2S എന്ന് കാണാം. മസ്റ്റാർഡിലാണെങ്കിൽ 4L 2S. എന്താണ് 2L രണ്ട് ലെങ്ത് ഉള്ള രണ്ട് ലോങ് സ്റ്റേമൻ, 2 ഷോർട്ട് സ്റ്റേമനും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പേര് ഡൈഡിനാമസ് കണ്ടീഷൻ എന്നാണ്. അപ്പോൾ ഒരു ഫ്ലവറിൽ 2 ലോങ് സ്റ്റേമൻ 2 ഷോർട്ട് സ്റ്റേമനും ഉണ്ടാൽ ഡൈഡിനാമസ് എന്ന് പറയും. ഇനി മസ്റ്റാർഡിൽ നോക്കൂ, 4 ലോങ് സ്റ്റേമനും 2 ഷോർട്ടുമാണ്. നമ്മൾ ഇതിനെ ടെട്രാഡിനാമസ് കണ്ടീഷൻ, ടെട്രാഡിനാമി അല്ലെങ്കിൽ ടെട്രാഡിനാമസ് കണ്ടീഷൻ എന്ന് പറയും.
അപ്പോൾ ഈ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ സ്റ്റാമിനോഡ്സ് ആർ ബൈലോബ്ഡ് ഫെർട്ടൈൽ സ്റ്റേമെൻസ്. തെറ്റി. സ്റ്റാമിനോഡ് എന്ന് പറഞ്ഞാൽ ബൈലോബ്ഡ് ആകാം, യൂണിലോബ്ഡ് ആകാം, ഫെർട്ടൈൽ അല്ല, സ്റ്റെറൈലാണ്. അപ്പം ഫ്ലവറിൽ സ്റ്റെറൈൽ സ്റ്റേമൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്റ്റാമിനോഡ് എന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഈ ആൻസറിലേക്ക് നമ്മൾ വരും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൽ among flowers of calotropis, tulip, sesbania, asparagus, colchicine, sweet pea, petunia, indigofera, mustard, soybean, tobacco, groundnut, how many plants have corolla with valvate eastivation? നമ്മൾ ചോദ്യം ഇതാണ്. വാൽവേറ്റ് ഈസ്റ്റുവേഷൻ എത്ര എണ്ണത്തിൽ കാണും? നമ്മൾ ഈസ്റ്റുവേഷൻ പഠിച്ചതാണ്. ഈസ്റ്റുവേഷൻ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദ്യം നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമല്ല, എളുപ്പം നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇത് നിങ്ങൾക്ക് 2013 ചോദിച്ച ചോദ്യമാണ്. നോക്കാം. അപ്പോൾ ഇവിടെ വാൽവേറ്റ് ഈസ്റ്റുവേഷൻ, കലോട്രോപ്പിസ് വാൽവേറ്റ് ഈസ്റ്റുവേഷൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ടെക്സ്റ്റിനകത്ത് പറയുന്ന എക്സാമ്പിളാണ്. ടുളിപ്പ് എന്ന് പറഞ്ഞാൽ ലില്ലിയേസിയിൽ വരുന്നതാണ്. അതിലും വാൽവേറ്റ് ഈസ്റ്റുവേഷനാണ്. സസ്ബാനിയ എന്ന് പറയുന്നത് പാപ്രിനേസിയ ഫാമിലിയിലുള്ളതാണ്. അതിൽ വാൽവേറ്റ് ഈസ്റ്റുവേഷൻ അല്ല. നിങ്ങൾക്കറിയാം പാപ്രിനേസിയയിൽ വെക്സിലറിയാണ്. ആസ്പരാഗസ് ലില്ലിയേസി വാൽവേറ്റ് ആണ്. കോൾച്ചിസിൻ അത് ലില്ലിയേസിയാണ്, വാൽവേറ്റ് ആണ്. സ്വീറ്റ് പീ അല്ല, സ്വീറ്റ് പീ ഫാബേസിയാണ്. ഇനി പെറ്റൂണിയ സൊളനേസി അതിൽ വാൽവേറ്റ് ആണ്. ഇൻഡിഗോഫറ ടിങ്ടോറിയ ഇൻഡിഗോഫറയിലും വാൽവേറ്റ് ഈസ്റ്റുവേഷൻ കാണാം. മസ്റ്റാർഡ് വാൽവേറ്റ് ഈസ്റ്റുവേഷൻ ആണ്. സോയാബീൻ നമുക്കറിയാം ഫാബേസിയാണ്, അല്ല. ടൊബാക്കോ സൊളനേസി ആണ്. ഗ്രൗണ്ട്നട്ട് അല്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ പരിശോധിച്ചാൽ 1, 2, 3, 4, 5, 6, 7 7 ആൻസർ 7 ആണ്. 7 ഫ്ലവേഴ്സിൽ നമുക്കിവിടെ വാൽവേറ്റ് ഈസ്റ്റുവേഷൻ കാണാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ചോദ്യം വരും, നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിന് ശേഷം ഫാമിലി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെ വിവരങ്ങൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്യാം. ഈ ഫാമിലിയും ഇതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് പഠിച്ച് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഉത്തരം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. 2019 ചോദിച്ചത്. അതൊരു മാച്ചിങ് ആണ്. അത് പ്ലാസന്റേഷൻ വെച്ചുള്ള മാച്ചിങ് ആണ്. പ്ലാസന്റേഷൻ നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. ഒന്നാമത്തെ മാർജിനൽ പ്ലാസന്റേഷൻ നോക്കൂ, വളരെ എളുപ്പമാണ്. മാർജിനൽ പ്ലാസന്റേഷൻ നമുക്കറിയാം, പീ പ്ലാന്റ് ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ ആണ്. പരേറ്റൽ പ്ലാസന്റേഷൻ അത് ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. പരേറ്റൽ പ്ലാസന്റേഷൻ നമുക്ക് കാണാൻ കഴിയുക മസ്റ്റാർഡിലും ആർജിമോണിലും പരേറ്റൽ പ്ലാസന്റേഷൻ കാണാം. ആക്സൈൽ പ്ലാസന്റേഷൻ നോക്കൂ, ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ ഹിബിസ്കസ്, ടൊമാറ്റോ, ലെമൺ ഇതിലെല്ലാം ആക്സിയൽ പ്ലാസന്റേഷൻ. ഫ്രീ സെൻട്രൽ ഡയാന്തസ് പ്രിംറോസ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഡയാന്തസ് പ്രിംറോസിലും ഫ്രീ സെൻട്രൽ. ഇനി ഒരു ഓപ്ഷൻ മാത്രം ബാക്കിയുള്ള ബേസിൽ പ്ലാസന്റേഷൻ കാണുന്നത് സൺഫ്ലവറിലും. മേരിഗോൾഡ് എന്ന് പറയുന്നത് സൺഫ്ലവർ ഫാമിലിയിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ടജീറ്റസ് എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം.